ഇന്ത്യയുടെ അതിഥി കൂടിയായി എത്തിയ ഇറാൻ കപ്പലിനെ തകർത്ത സംഭവത്തിൽ ശക്തമായ പ്രതികരണമായി ശ്രീ അർണബ് ഗോസ്വാമി. അമേരിക്ക, ഇസ്രായേൽ, ഇറാനുമേലുള്ള യുദ്ധത്തിൽ നമ്മളുടെ ഇന്ത്യയുടെ കോസ്റ്റിന്റെ ഏകദേശം 337 കിലോമീറ്റർ അകലെ വെച്ച്, നമ്മുടെ സ്വന്തം കന്യാകുമാരിയിൽ നിന്ന് 300 കിലോമീറ്ററോളം അകലെ വെച്ച് ഇറാന്റെ കപ്പലിനെ തകർക്കുകയും ഏകദേശം 80ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയും മറ്റും ചെയ്യുകയുണ്ടായി. 30-40 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചു എന്ന വാർത്തയുണ്ടായി. ശക്തമായ പ്രതികരണമായി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ വലതുപക്ഷ മാധ്യമങ്ങളിലൊന്നായ റിപ്പബ്ലിക്കിന്റെ തലവൻ ശ്രീ അർണബ് ഗോസ്വാമി. അദ്ദേഹം പറയുന്നത്, ഇന്ത്യയുടെ ഡോർ സ്റ്റെപ്പിലേക്ക് ഇവർ യുദ്ധം കൊണ്ടുവരികയാണ്, നമുക്ക് റെഡ് ലൈൻസ് വരയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. വളരെ നല്ല പ്രതികരണമാണ്. നമുക്ക് അർണബ് ഗോസ്വാമിയുടെ പ്രതികരണവും സംഭവത്തിലെയും കണ്ടിട്ട് എന്താണ് തിരിച്ചു വരാം. അതായത് ഈ യുദ്ധം നമ്മുടെ യുദ്ധമല്ല, നമ്മളിലേക്ക് ഈ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ ഇൻവിറ്റേഷൻ പ്രകാരം നമ്മുടെ അതിഥികളായി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ആവശ്യവുമുണ്ട്. പരിശോധിച്ചു വരികയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ശ്രീലങ്കൻ തീരത്ത് കപ്പൽ തകർത്ത വിഷയം പരിശോധിച്ചു വരികയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സമുദ്ര മേഖല പിന്നിട്ട ശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. എല്ലാ വശവും നോക്കി മാത്രം പ്രതികരണം നൽകും. ഇന്ത്യയുടെ ക്ഷണപ്രകാരം എത്തിയ കപ്പലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധം അറിയിക്കണമെന്ന് ചില പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത് രഘുവംശം, എന്തുകൊണ്ട് ആയത്തുള്ള ഖമനേയി എന്ന ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്തായ ഇറാന്റെ ഭരണാധികാരി മരിച്ചിട്ടും ഒന്ന് മൗൺ ചെയ്യാൻ പോലും ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യങ്ങൾ വരുമ്പോഴാണ് അടുത്ത പ്രതിസന്ധി ഒരു നയതന്ത്ര രംഗത്ത് ഇന്ത്യ നേരിടുന്നത്? അതെ, ഇതിപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും പരോക്ഷമായാണെങ്കിലും ഒരു തിരിച്ചടിയാണ്. ഇന്ത്യൻ സമുദ്ര മേഖലയിൽ വെച്ചല്ല ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രതിരോധ വിദഗ്ധരും അതുപോലെ സർക്കാർ വൃത്തങ്ങളും ഒക്കെ വിശദീകരിക്കുന്നത്. പക്ഷെ ഒരു ഭാഗം പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഇന്ത്യക്കും ഒരു വലിയ ഭീഷണിയാണ് എന്ന് മാത്രമല്ല ഒരു ഇന്ത്യക്ക് തിരിച്ചടിയാണ് എന്നതാണ്. കാരണം ഇന്ത്യ നടത്തിയ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ ഇറാനിയൻ പടക്കപ്പൽ എത്തിയത്. അവർ ഇന്ത്യയുടെ ഒരു ക്ഷണപ്രകാരമാണ് എത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ഈ മേഖലയിലുള്ള ഒരു സ്വാധീനം അതുകൂടി തിരിച്ചറിഞ്ഞും അത് അംഗീകരിച്ചും ഒക്കെയാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ സംയുക്ത സൈനിക അഭ്യാസത്തിൽ എത്തിയത്. അന്ന് അമേരിക്കൻ കപ്പലുകളെയും ക്ഷണിച്ചിരുന്നു, പക്ഷെ അമേരിക്കൻ കപ്പലുകൾ അന്ന് എത്തിയിരുന്നില്ല. ഈ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാനായി വിശാഖപട്ടണത്തേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ അമേരിക്കൻ നാവികസേനയുടെ പ്രതിനിധികൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഒരുപക്ഷെ അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു നീക്കം ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം അന്ന് അമേരിക്കൻ അത് നമ്മുടെ ഇന്ത്യയെ കൂടി അപമാനിക്കുന്നത് പോലെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അതിഥികളായി എത്തി നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായി അവർ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ അവരെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് നമ്മുടെ അതിർത്തിയിൽ വെച്ച് അൺഅക്സെപ്റ്റബിൾ ആണ്. ഇത് ഏഷ്യാനെറ്റ് പറയുന്നുണ്ട്, ചില ആൾക്കാർ അവർ ലെഫ്റ്റ് ലിബറലും പ്രോഗ്രസീവ് ആയതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ വലതുപക്ഷ മാധ്യമ പ്രവർത്തകൻ ശ്രീ അർണബ് ഗോസ്വാമിയുടെ വാക്കുകൾ നോക്കിയേക്കാം. The biggest headline today, which I do not understand why the rest of the Indian media has missed, is that the war is on our doorstep. യുദ്ധം നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. Forget what is happening around the Strait of Hormuz. The war is right here and very, very close to us. Do not be shocked, ladies and gentlemen, at what I am about to share next. The war between Iran and America is being fought 300 kilometers from Kanyakumari. Yes, you heard that right. കന്യാകുമാരിയിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറം മാത്രമാണ്. അതായത് നമ്മുടെ അടുത്ത്, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് എന്ന് പറയുന്ന നമ്മുടെ ഭാഗത്തിനടുത്ത് 373 kilometers to be precise from Kanyakumari, very close to Indian territorial waters, just on the edge of Sri Lanka's territorial waters, in a location that is just 70 kilometers from Galle, 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 the Sri Lankan port. 40 nautical miles, 70 kilometers from Galle. കാരണം അന്താരാഷ്ട്ര താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്താ പറയണേ സമ്മർദ്ദങ്ങൾക്കോ ഇന്ത്യ വഴങ്ങാതെ പ്രതികരിക്കണമെന്നുള്ളതാണ് സാധാരണ ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത്. In a way, India are now a front row witness to American power projection. വളരെ പ്രധാനമാണ്, to achieve its അതൊന്നുകൂടെ കേൾക്കണം. military objectives. Sri Lanka and in a way India are now a front row witness to American power projection
അമേരിക്കൻ പവർ പ്രൊജക്ഷന്റെ വിറ്റ്നസ് ആയി മാറുകയാണ് നമ്മൾ. right next to our coast, in the Sri Lankan backyard. Without Sri Lankan involvement, knowledge, consent, or warning, the Americans are doing what they feel they need to. Dear viewers of Republic, I would like to state again that this ship was India's guest. ഇന്ത്യയുടെ അതിഥിയായിട്ടാണ് ഈ കപ്പൽ എത്തിയത്. The ship, I'll show it again, IRIS Dana, was India's guest, and the US sank it 370 kilometers from Kanyakumari. Viewers across Republic, think about this. The ship was literally sailing home from our waters where it was our guest when the US torpedoed it. നമ്മുടെ അതിഥികളായി നമ്മുടെ വാട്ടേഴ്സിൽ നിന്ന് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. Of course, it was international waters, but incidents like this are far-reaching. They should make us think. What are the lines? And more importantly, for us, Bharat, the proud nation, what are the red lines? The nation needs to know. അങ്ങനെ റെഡ് ലൈൻസ് ഉണ്ടാകണം, ചില ലക്ഷ്മണ രേഖകൾ ഉണ്ടാകണം. അത് ക്രോസ് ചെയ്യാൻ അമേരിക്ക അടക്കം അനുവദിക്കരുതെന്ന ശക്തമായ നിലപാട്. ചില റെഡ് ലൈൻസ് വേണം, ചില ലക്ഷ്മണ രേഖകൾ വേണം. അമേരിക്കയും ഇസ്രായേലിനെയും ആ ലക്ഷ്മണ രേഖകൾ കടക്കാൻ അനുവദിക്കരുതെന്ന് ഏറ്റവും പ്രമുഖനായ വലതുപക്ഷ മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് മാധ്യമപ്രവർത്തകൻ ശ്രീ അർണബ് ഗോസ്വാമി. നമ്മൾ ഓർക്കേണ്ടതാണ്, ഈ യുദ്ധം നമ്മുടെ അല്ല, അമേരിക്കയുടെ പോലും അല്ല ഈ യുദ്ധം, അത് മറ്റൊരു വിഷയം. പക്ഷേ നമ്മളിലേക്ക് ആ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ അതിഥികളായിരുന്നു ആ ഇറാനിൽ നിന്ന് വന്ന നാവികർ. അവരുടെ കൊലപാതകത്തിൽ വേദനയും വിഷമവും രേഖപ്പെടുത്തുന്നു.